നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ രോഹിണി, അത്തം, തിരുവോണം. ഈ 3 നക്ഷത്രങ്ങളാണ്. ഇത് ചന്ദ്രദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ 2026 പൊതുഫലങ്ങൾ, അതിൻ്റെ എന്തൊക്കെ ചെറിയ ചെറിയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യം അപ്പോൾ രോഹിണിയെ പറ്റി തന്നെ പറയാം. രോഹിണി നക്ഷത്രത്തിന് ഗുണപ്രദം തന്നെയാണ്. നല്ല ഗുണം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026. സാമ്പത്തികമായിട്ട് വളരെ പുരോഗതിയിലും എത്തും. കഴിഞ്ഞ വർഷം അത്ര മോശമല്ലായിരുന്നു അവർക്ക്, എങ്കിലും കുറച്ച് വിഷമസന്ധികളുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാര്യം വാഹനങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അപകടങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ മൗഢ്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായ സമയങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഉപരി നിങ്ങൾക്ക് ഈ 2026 മികച്ച ഒരു വർഷം തന്നെയാണ് പൊതുരാശിയിലെ ഫലത്തിൽ കാണുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രത്തിന് സാമ്പത്തിക ഉയർച്ച, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുരോഗതി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചകൾ, പഠനത്തിൽ വിജയസാധ്യത, പരീക്ഷകളിൽ വിജയം, കാര്യസാധ്യം, കാര്യസിദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂല ഭാവങ്ങൾ വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഊഷ്മളത, ഭാര്യ ഭർത്ത കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത, പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യനും ഒരുപോലല്ലായിരിക്കും നമ്മുടെ ആ കാര്യങ്ങളെ കാണുന്നത്. മിത്രങ്ങളും കാണും, ശത്രുക്കളും കാണും. പക്ഷേ പുറമേ നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവർ തന്നെ ഉള്ളിലൊരു ഹൃദയത്തിലൊരു മൗഢ്യം, അല്ലെങ്കിൽ ഒരു വിഷച്ഛായ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അവർ സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ശത്രുക്കളുടെ ഒരു ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ എന്നാണ് നമ്മൾ പൊതുഫലത്തിൽ കാണുന്നത്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ, പ്രത്യക്ഷത്തിലുള്ള ശത്രുക്കളല്ല. അപ്പോൾ ആ ശത്രുക്കളുടെ ദോഷത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ശത്രുക്കൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു നന്മ ഉണ്ടാകുമ്പോൾ, അല്ലെ പുതിയ പുതിയ കാര്യങ്ങളുടെ തുടക്കങ്ങൾ നിങ്ങൾ തുടങ്ങുമ്പോൾ ഒന്നും നിങ്ങൾ ആരോട് ഷെയർ ചെയ്യരുത്. പുതിയൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ്, അല്ലെ പുതിയൊരു കാര്യത്തിന് ഞങ്ങൾ ഒരുങ്ങാണെന്നൊന്നും മറ്റൊരാളോട്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയേണ്ട. നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട് പറയാം, നമ്മുടെ മാതാപിതാക്കളോട് പറയാം. അറിയാമല്ലോ നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന ആരൊക്കെയെന്ന്, അവരോടൊക്കെ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ കാര്യങ്ങൾ നടക്കാതെ പോകും. അതായത് കണ്ണൻ ദോഷം എന്ന് പറയും. കണ്ണൻ ദോഷം, അല്ലെങ്കിൽ നാവിൻ ദോഷം, അല്ലെങ്കിൽ കണ്ണേറ്, നാവേറ്, ഇതൊക്കെയും പറയും. നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കുക, നടക്കാതെ പോകും നമുക്ക് ആ കാര്യങ്ങൾ. പലർക്കും ഇതിപ്പോൾ കേൾക്കുന്ന പലരും ചിന്തിക്കും, ഞങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ അനുഭവം. ഉണ്ടായിക്കാണും, ഉണ്ടാതിരിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്ന ചരിത്രം വരെയുണ്ട്. സന്തോഷിച്ച് ഏകോപന സമീപനത്തോടെ നിൽക്കുന്ന കുടുംബങ്ങൾ ചിന്നിച്ചിതറി ശിഥിലമായി പോകുന്ന അവസ്ഥയുണ്ട്. അവർ തന്നെ ഓർക്കുന്നത് എന്താ സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെന്ന്. പിന്നെ പരിഹാര പ്രക്രിയ ഞാനിത് ചെയ്യാറുണ്ട്. പരിഹാരങ്ങൾ ചെയ്ത് അത് നമ്മൾ പരിഹാരത്തിലൂടെ നമ്മളത് മാറ്റി കൊടുക്കുന്നതാണ്. നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനും അത് ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. എന്താണ് കാരണമെന്ന് ചിലപ്പോൾ ഒരു വർഷമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും അവർ കാര്യങ്ങളിൽ കിടന്ന് ഉഴന്ന് വളരെ പ്രശ്നങ്ങളിൽ ചെന്ന് അനുഭവിച്ചിട്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞും കേട്ടും നമ്മുടെ ചാനൽ കണ്ടും അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ഇത് സമീപിക്കാറുണ്ട്, ഇതിൻ്റെ പരിഹാരങ്ങൾ തേടി. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ മറിഞ്ഞു നിൽക്കുന്ന ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ തുടക്കങ്ങൾ, നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ പദ്ധതികൾ, പുതിയ ആവിഷ്കാരങ്ങൾ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് ഒരാളോടും. അച്ഛനോട്, അമ്മയോടല്ല, ഭാര്യ ഭർത്താവിനോടും ഒക്കെ നമ്മുടെ നന്മ കാംക്ഷിക്കുന്നവരോട് നമുക്കത് ഷെയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലാത്തവരോട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്കത് ദോഷം. ഇപ്പം നിങ്ങൾക്ക് ഈ രോഹിണിക്കാർക്ക് മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഫലത്തിൽ കാണുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങളത് വളരെ സൂക്ഷിക്കണം. അപ്പം നമ്മുടെ കുടുംബ ഹൃദയ രഹസ്യങ്ങളൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ചിരിച്ചുകൊണ്ട് നമ്മളെ ദ്രോഹിക്കും എന്നാണ് അതിൻ്റെ വിവക്ഷ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പരിഹാരങ്ങൾക്കായിട്ട് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അതേപോലെ നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്ന, കാടാമ്പുഴയൊക്കെ പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മുട്ടിറക്കുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ ഇതിന് ഗുണം ചെയ്യും. മുട്ടിറക്കുക, അല്ലെങ്കിൽ അതിന് ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ കറുത്ത മുത്തുള്ള മാല അണിയുക, അല്ലെങ്കിൽ കറുത്ത മുത്തുള്ള മോതിരം അണിയുക, അല്ലെങ്കിൽ ഈ കറുത്ത മുത്തുകൾ, ഇങ്ങനെയുള്ള മുത്തുകൾ കഴുത്തേലും കയ്യിലും ഒക്കെ ഇങ്ങനെ കറുപ്പ് ചേർന്നത് അണിയുക. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനൊരു മാർഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി, പുരോഗതി, ഉന്നമനം ഒക്കെ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും കളിയാടും. സമ്പത്തിൻ്റെ നില ഉയർച്ചയിലാകും. സാമ്പത്തിക നില വർദ്ധിക്കും. തുടക്കത്തിൽ ഇച്ചിരി അസ്വാരസ്യങ്ങളായിരിക്കും. പക്ഷേ വർഷം പോകും തോറും
മാസങ്ങൾ കടന്നു പോകുന്തോറും വർഷമധ്യമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല കാലം തന്നെയാണ്, അനുഗ്രഹമായ കാലം തന്നെയാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി ഉയർച്ചയൊക്കെ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങും. വിവാഹ തടസ്സങ്ങൾ മാറും. മംഗല്യ ഭാഗ്യം ഉണ്ടാകും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകും. അങ്ങനെ ശ്രേയസ്കരമായ മംഗളദായകങ്ങളായ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ശുഭവും സുഖവുമായ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാൻ ഇടവരും. മംഗളകർമ്മങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ അതുപോലെ അപ്പോൾ കൂടുതലായിട്ട് ഈശ്വരഭജനം, നരസിംഹ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോവുക, ഭഗവതിക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് പൂജകൾ അർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ കാടാമ്പുഴ പോലത്തെ സ്ഥലത്ത് പോയിട്ട് മുട്ടറക്കുന്നത് നല്ലതാണ്. അതേപോലെ നിങ്ങളുടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കാരണം നിങ്ങൾ രോഹിണി നക്ഷത്രം വിഷ്ണുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നക്ഷത്രമാണ്. അപ്പം നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ ഓം നാരായണീയം ജപിക്കുക. ഭാഗവതം വായിക്കുന്നവരാണ്, അത് വായിക്കാൻ നിങ്ങൾക്ക്. അങ്ങനെ ലളിതാ സഹസ്രനാമം വീട്ടിൽ പാരായണം ചെയ്യുക. 51 ശ്ലോകം, 45 ശ്ലോകം നിങ്ങൾക്ക് വായിക്കാം. അത് ദേവിയുടെ സൗന്ദര്യ വർണ്ണനകളാണ്. മുടി തൊട്ട് അടി തൊട്ട് മുടി വരെ ദേവിയുടെ സൗന്ദര്യ വർണ്ണനയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ജഗൽഗുരു ശങ്കരാചാര്യർ എഴുതിയതാണ് സൗന്ദര്യ ലഹരി. അത് നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്നത് നമുക്ക് ഉത്തമമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഈ പറഞ്ഞ സ്കന്ധങ്ങൾ, 47 സ്കന്ധം, 51, 53 സ്കന്ധം, 51 സ്കന്ധം, ഇതൊക്കെ നിങ്ങൾക്ക് ശ്ലോകങ്ങൾ വായിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുക. അപ്പം നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറും. എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വരും. എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഈ 2026 നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രത്തിനും ഈ വർഷം സാമ്പത്തിക പുരോഗതി, തൊഴിൽപരമായിട്ട് ഉയർച്ച, കുടുംബത്തിൽ സമാധാനം, ഇതൊക്കെ ഉണ്ടാകുന്ന വർഷമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർക്കും അനുകൂലമായ സമയങ്ങൾ തന്നെയാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. അതായത് കല്യാണത്തിനുള്ള തടസ്സം വന്നവർക്ക്, മംഗല്യം തടസ്സം വന്നവർക്ക് പുതിയ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ ഭവനത്തിൽ അവസരം ഉണ്ടാകും. പിണങ്ങിപ്പോയ ദമ്പതികൾ മടങ്ങി വരുവാനുള്ള അവസരം ഉണ്ടാകും. ബന്ധങ്ങൾ ഊഷ്മളത ഉണ്ടാകും. ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും ശരി, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഏതൊക്കെ നമ്മൾ ഇടപെടുന്ന മേഖലകൾ ഏതൊക്കെയാണെങ്കിലും ആ മേഖലകളിലൊക്കെ ഊഷ്മളത, സ്നേഹം ഒക്കെ ഉണ്ടാകും. കാരണം ഒരു മുൻകോപം, ഒരു മുൻദേഷ്യമൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ശനിയുടെ ഒരു അപഹാരമുള്ള സമയമായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഴത്തിൻ്റെ ഒരു അനുകൂല ഭാവം നിങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം ഉള്ളതുകൊണ്ട് നിങ്ങൾ തൊടുന്ന മേഖലകളൊക്കെയും തൊട്ടതെല്ലാം പൊന്നാക്കാന്ന് പറയും. അതുകൊണ്ട് തൊടുന്ന മേഖലകളൊക്കെ ഒരു നന്മയും ഐശ്വര്യവും ഗുണപ്രദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. പിന്നെ മറ്റൊന്ന് പറയാനായിട്ട്, നിങ്ങൾക്കും ശത്രുപരമായിട്ടൊരു നോട്ടവും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം ആ ശത്രുപരമായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ രോഹിണി നക്ഷത്രത്തിന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ പുതിയ തുടക്കങ്ങൾ, അല്ലെ പുതിയൊരു വാഹനം വാങ്ങൽ, അല്ലെ പുതിയൊരു ബിസിനസ്സിൻ്റെ തുടക്കങ്ങൾ, എന്ത് കാര്യമാണെങ്കിലും പുതിയൊരു തുടക്കം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരാളോട് അത് ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും ഉറ്റ മിത്രങ്ങൾ, അല്ലെ ഉറ്റ ബന്ധുക്കൾ, അല്ലെ അച്ഛൻ, അമ്മ, അല്ലെ ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ളവരുമായിട്ടൊക്കെ അല്ലാതെ വേറൊരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യരുത്. കാരണം ഒരു നെഗറ്റീവ് എനർജി അതിലുണ്ടാകാം. എത്ര ശുദ്ധ ഹൃദയരാണെന്ന് കരുതിയാലും, എത്ര ഉറ്റ മിത്രങ്ങൾ എന്ന് ചില സമയം അവരിലേക്ക് ചിലപ്പം ദോഷവശങ്ങൾ കടന്നു വരാം. മാനുഷികമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടെ മനസ്സിലായിരിക്കണം. അല്ലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാത്രമേ നിങ്ങളത് ഷെയർ ചെയ്യാവുള്ളൂ. അല്ലെ നിങ്ങൾക്കത് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അപ്പം തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉയർച്ച ഉന്നമനം ഉണ്ടാകും, വ്യവസായ അഭിവൃദ്ധി ഉണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് ഈ ചിട്ടി പിടിക്കൽ പോലുള്ള കാര്യങ്ങൾ നടത്താൻ നല്ലതാണ്. അതുപോലെ നിക്ഷേപങ്ങൾ നിങ്ങൾ ഈ സമയത്ത് തുടങ്ങുന്നത് നല്ലതാണ്. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് കാലാവധി പൂർത്തിയായിട്ട് മുടങ്ങിപ്പോയതൊക്കെ കാലാവധി പൂർത്തിയായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ ലോട്ടറി അങ്ങനെയുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ സമയത്ത് മുതിരുന്നത് നല്ലതാണ്. കാരണം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാമ്പത്തിക പുരോഗതിയിൽ ഭാഗ്യം ലഭിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞു പുതിയ വാഹനങ്ങളെ, പുതിയ വസ്തുവകകളെ, പുതിയ ഗൃഹനിർമ്മാണം, അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് പണികൾ, ഗൃഹം മോടി പിടിപ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. അതുപോലെ ചിത്രങ്ങളോടൊത്തും അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളോടും കുടുംബ അംഗങ്ങളോടൊത്ത് നിങ്ങൾക്ക് ഓരോ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും. ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനത്തെ ഓരോ നല്ല നല്ല ഉത്സവാഘോഷങ്ങളിൽ നിങ്ങളുടെ ബന്ധുജനങ്ങളോടൊത്ത് നിങ്ങൾക്ക്
പങ്കെടുക്കാൻ അവസരം വരും. പിന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്കുള്ള കാര്യങ്ങൾക്കും മംഗളമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായ സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെയും വളരെ അനുകൂലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷൻ ലഭിക്കുവാനും അതുവഴി ഉയർന്ന സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ഒക്കെ നിങ്ങൾക്ക് അത്തരം നക്ഷത്രക്കാർക്ക് അവസരം ഉണ്ടാകുന്ന ഒരു നല്ല വർഷം തന്നെയാണ് ഈ വർഷം. നിങ്ങളും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതോടൊപ്പം തന്നെ ദേവീ ക്ഷേത്രത്തിൽ പോവുക. ദേവിക്ക് ചുവന്ന മാല, ചുവന്ന പട്ട് വാങ്ങിക്കൊടുക്കാം, ചുവന്ന മാല ദേവിക്ക് കൊടുക്കാം. അതേപോലെ ഭാഗ്യത്തിൻ്റെ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. അത് ശിവക്ഷേത്രത്തിലും പോയി നിങ്ങൾക്ക് ശിവാരാധന നടത്താം. ശിവന് ധാര അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതേപോലെ കൂവളത്തുമാല കൊടുക്കാം, ഭഗവാനെ പുറകുവിളക്ക് കത്തിക്കാം, നാളും പേരും പറഞ്ഞ് മൃത്യുഞ്ജയ ഹോമം ചെയ്യിപ്പിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ശിവങ്കൽ നിങ്ങൾക്ക് ചെയ്യാം. വിഷ്ണുവിങ്കൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഭഗവാന് പാൽപ്പായസം കൊടുക്കാം, തുളസിമാല ഭഗവാന് കൊടുക്കാം. വ്യാഴാഴ്ച തോറും നിങ്ങൾക്ക് വീട്ടിൽ നെയ്വിളക്ക് കത്തിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരുന്ന ദോഷവശങ്ങളിൽ ശത്രുഭാവത്തിനെയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻഗണന കൊടുക്കുക. ഇതൊക്കെയാണ് അത്ത നക്ഷത്രക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയെല്ലാം നിങ്ങൾക്ക് ഈ 2024 ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ ഒരു ഗുണഫലങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കും നല്ലൊരു സമയം തന്നെയാണിത്. അവർക്കും കഴിഞ്ഞ വർഷം 2025 ഒരു മൗഢ്യമായ കാലങ്ങളായിരുന്നു. ഒത്തിരി പുരോഗമനമൊന്നും ഇല്ലാത്തൊരു കാലവുമായിരുന്നു. പക്ഷേ അതേ അപേക്ഷിച്ച് ഈ 2026 നിങ്ങൾക്ക് ഗുണപ്രദം തന്നെയാണ്. എന്നാൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നതാണ് ഞാൻ ഫലത്തിൽ കാണുന്നത്. ഒത്തിരി ദോഷഫലങ്ങളില്ല എങ്കിലും നിങ്ങൾ വാഹനത്തിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ട്രിക്കൽ കാര്യങ്ങൾ, നമ്മൾ പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകുന്ന ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. തെന്നി വീഴുക, അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയും ക്ഷമയും നിങ്ങൾക്ക് ആവശ്യമാണ്. തീപ്പൊള്ളൽ ഏൽക്കാതെ നോക്കണം. ജലത്തിൽ സൂക്ഷിക്കണം. ജലത്തിൽ അപ്പോൾ ഈ കൊച്ചു കുട്ടികളായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അവധിക്കാലം കൂടെയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾ ഈ കുട്ടികളെ വെള്ളത്തിൽ കളിക്കാൻ വിടുന്നതും കരണ്ട്, ഗ്യാസ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളെപ്പോഴും അവരുടെ പിന്നാലെ ഒരു കണ്ണ് നമുക്ക് വേണം. ഈ തരുണത്തിൽ ഞാനതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു അവധിക്കാലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ നക്ഷത്രത്തിലുള്ളവരെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായത് നിങ്ങൾ ഭഗവാനെ വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ രോഹിണി, അത്തം, തിരുവോണംകാര് ചന്ദ്രശേ ജനിച്ചവരാണ്. പക്ഷെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഏറ്റവും നിങ്ങൾക്ക് കിട്ടേണ്ട നക്ഷത്രം തന്നെയാണ്. അപ്പോൾ തിരുവോണംകാർക്ക് ഭഗവാന്റെ നക്ഷത്രം തന്നെയാണ്. അപ്പം നിങ്ങളുടെ വിഷ്ണുവിനെ ഏറ്റവും ഭജിക്കുക. ഗുരുവായൂരമ്പലത്തിൽ പോവുക, അല്ല നിങ്ങളുടെ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് വിഷ്ണു പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാരായണീയം ജപിക്കുക, ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന് ജപിക്കുക, ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് വീട്ടിൽ ഇരുന്ന് ജപിക്കാം. നിലവിളക്ക് വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോയും ജപിക്കാം. നെയ്വിളക്ക് വ്യാഴാഴ്ച തോറും നിങ്ങൾക്ക് കത്തിക്കാം. അപ്പം നിങ്ങൾ ഈ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ, സ്ട്രെസ്സ്, ഒരു മാനസിക സമ്മർദ്ദം, മാനസിക പിരിമുറുക്കമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. കാരണം സമ്പത്ത് വർദ്ധിക്കും, സമ്പത്തിൻ്റെ അവസ്ഥ സ്റ്റേബിളാകും. പക്ഷെ അതോടൊപ്പം തന്നെ ചിലവുകളും കൂടും. അപ്പം മാനസിക സമ്മർദ്ദം ഉണ്ടാകുമല്ലോ മാനുഷികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. പിന്നെ ഉദരസംബന്ധമായുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കണം. അസിഡിറ്റി, ഗ്യാസ് ട്രബിള്, അങ്ങനെയുള്ള പരമായിട്ടുള്ള ഗ്യാസിൻ്റെ അസുഖങ്ങൾ, അപ്പം അറിയാമല്ലോ, ഒരു അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും വയറ് സംബന്ധമായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, മംഗളകർമ്മങ്ങൾ, ഐശ്വര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കാരണം ഭഗവാൻ വ്യാഴത്തിൻ്റെ അനുകൂലം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ വ്യാഴത്തിൻ്റെ അനുകൂലം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് വ്യാഴകാരകൻ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ ഒന്ന് പോകണം. ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക. സന്ധ്യയ്ക്ക് അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലുക, ലക്ഷ്മി സ്തവം ചൊല്ലുക, ലക്ഷ്മിയുടെ ലക്ഷ്മി പാരായണം ചൊല്ലുക. കാരണം മഹാവിഷ്ണു ഉള്ളിടത്ത് ഭഗവതിയും കാണും, മഹാലക്ഷ്മിയും കാണും. മഹാലക്ഷ്മിയാണല്ലോ സമ്പത്തിൻ്റെ ഉറവിടം. അപ്പോൾ അഷ്ടലക്ഷ്മി മന്ത്രം ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്നുള്ള ദേവിയുടെ നാമങ്ങളും നമുക്ക് നിലവിളക്ക് വെച്ചിട്ട് ചൊല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മഹാവിഷ്ണുവിനെ കൂടുതലായി ഭജിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പോവുക. ഭഗവാൻ ഒരു പാൽപ്പായസം കൊടുക്കുക, ഗുരുവായൂർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആയാലും ചെയ്യാം. ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. നിങ്ങളുടെ പക്കപ്പിറന്നാൾ നോക്കി ഓരോ നാളും നിങ്ങളുടെ തിരുവോണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പക്കപ്പിറന്നാളിന് അമ്പലത്തിൽ ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അതിന് അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തുളസിമാല കൊടുക്കാം, പാൽപ്പായസം ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ടത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ത്രിമധുരം കൊടുക്കാം ഭഗവാന്, വെണ്ണ നിവേദിക്കാം, തൃക്കൈവെണ്ണ, കദളിപ്പഴം കൊടുക്കാം, താമരപ്പൂ കൊടുക്കാം, മഞ്ഞപ്പട്ട് കൊടുക്കാം. ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണ്.
പിന്നെ വിഷുവിന് നിങ്ങൾ അനുഗ്രഹമായ കാര്യങ്ങളൊക്കെയും ഭഗവത് പ്രീതികരമായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രക്കാരോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ശത്രുദോഷം കാണുന്നുണ്ട്. അപ്പോൾ ശത്രുദോഷം ഉള്ളതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പുതിയ പദ്ധതികൾ, പുതിയ തുടക്കങ്ങൾ, അങ്ങനത്തെ ഒന്നും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ട. നമ്മുടെ കുടുംബത്തിലെ ഉറ്റമിത്രങ്ങളോട്, മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവരോടൊക്കെ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ. പുതിയ തുടക്കങ്ങൾ, പുതിയ കാര്യങ്ങൾ ഒന്നും, നമ്മുടെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഒരിക്കലും അത് നടക്കാതെ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കരിങ്കണ്ണൻ്റെ കണ്ണീർ, നല്ല നോട്ടം, കൃഷ്ണ ഈ നോട്ടം വരും, നെഗറ്റീവ് നോട്ടം വരും. നമ്മുടെ ആ പദ്ധതികൾ നടക്കാതെ പോകും. പലർക്കും ഇത് കേൾക്കുന്നവർക്ക് അനുഭവം വന്നു കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർത്തു കൊടുക്കുന്ന ഒരാളാണ്. എൻ്റെ ജ്യോതിഷപരമായ കാര്യങ്ങളിൽ എനിക്ക് എൻ്റെ അടുത്ത് പലരും ഇത് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് വളരെ ഉത്തമമായിട്ട് പറയാൻ കഴിയും. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം വരട്ടെ. പിന്നെ ഞാൻ പുതിയ ഈ വർഷത്തെ വിഷുഫലവുമായിട്ട്, ഞാൻ 27 നക്ഷത്രത്തിൻ്റെ വിഷുഫലവുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാ നന്മകളും എനിക്കും ഉണ്ടാകട്ടെ, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം വേണം. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ 27 നക്ഷത്രക്കാരോടൊപ്പം, ഇതിൻ്റെ വ്യൂവേഴ്സായ എല്ലാവരോടും ഒപ്പം, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ നന്മകളും, ഐശ്വര്യങ്ങളും, സമ്പൽ സമൃദ്ധിയും, നല്ലൊരു വിഷു നിങ്ങൾക്ക് എല്ലാ ഈശ്വരൻ തരട്ടെ. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഉയർച്ച, നന്മകൾ എല്ലാം നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഷ്ണു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നമോ നമ.